നവാഗതനായ ജിതിൻ കെ ജോസ് കഥയെഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയായിരുന്നു കളങ്കാവൽ. നമുക്കറിയാം മമ്മൂക്കയാണ് ഇതിലെ നായകൻ. സിനിമ 50 കോടി പിന്നിട്ടു. ഇപ്പോൾ 82 കോടിയിൽ വന്ന് അവസാനിച്ചിരിക്കുകയാണ്. മമ്മൂക്കയുടെ ഒട്ടുമിക്ക സിനിമകളും 80 കോടിക്ക് മീതെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കണ്ണൂർ സ്ക്വാഡ്, അതുപോലെ മധുരരാജ, ഭീഷ്മപർവം, ടെർബോ, അങ്ങനെയുള്ള എല്ലാ സിനിമകളും മമ്മൂക്കയുടെ 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ ടോട്ടൽ ബിസിനസ് ചേർത്താണ് മിക്ക സിനിമകളും 100 കോടിക്ക് മുകളിൽ പോയിരിക്കുന്നത്. നമുക്ക് ഈ സിനിമ ഇപ്പോഴത്തെ കളക്ഷൻ വെച്ച് ഈ ലെവലിൽ വെച്ച് പോവുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമ 100 കോടി കളക്ട് ചെയ്യുമെന്ന്. ഇപ്പോൾ പടത്തിൻ്റെ കളക്ഷൻ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ഇപ്പോൾ GCCയിലായാലും കേരളത്തിലായാലും പുതിയ സിനിമകളുടെ റിലീസോട് കൂടിയാണ്. പിന്നെ ഈ സിനിമ ഒരു ആവറേജ് റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. പൊതുവേ നമുക്കൊരു ഗംഭീര അഭിപ്രായമൊന്നും കിട്ടാത്ത ഈ സിനിമ വരെ മമ്മൂക്കയുടെ 82 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ഗംഭീര വിജയം തന്നെയാണ്. പിന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ 50 കോടിയുള്ള ഒരു നടനും കൂടിയാണ് മമ്മൂക്ക. അപ്പോൾ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണ്. അപ്പോൾ എല്ലാവർക്കും മമ്മൂക്കയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാനുള്ളൊരു ഒരു ആക്രാന്തമാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമ 100 കോടി നേരത്തെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.